ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡല പര്യടനത്തിന് തുടക്കമായി. ആദ്യ ദിനം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ 3 യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. ബിജെപിയെയും കോൺഗ്രസിനെയും അതിരൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ആവേശത്തോടെയാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടന യോഗങ്ങൾ. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും 3 പൊതുപരിപാടികളിൽ വീതമാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. ആദ്യ ദിനം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ 3 യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. ബിജെപിയെയും കോൺഗ്രസിനെയും അതിരൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. കോൺഗ്രസിലെ പഴയ 12 മുഖ്യമന്ത്രിമാരാണ് ബിജെപിക്കകത്ത് കാണാൻ നമുക്ക് കഴിയുക. കോൺഗ്രസിലെ പ്രധാനികൾ ബിജെപിയുടെ മുഖ്യമന്ത്രിമാരായും കേന്ദ്രമന്ത്രിമാരായും അവരുടെ പാർട്ടി നേതാക്കളായും പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നു. ഏത് കോൺഗ്രസ്സുകാരൻ നാളെ ബിജെപി ആകും എന്നതിൽ ആർക്കും ഉറപ്പില്ലാത്ത അവസ്ഥ. പൗരത്വ നിയമ ഭേദഗതിയായാലും ദേശീയ പൗരത്വ രജിസ്റ്ററായാലും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററായാലും ഈ കേരളം ഇവിടെ നടപ്പാക്കില്ല എന്ന് ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം ഈ കാര്യത്തിൽ ആരെങ്കിലും കേട്ടോ? എന്തേ ഇതുപോലെ പ്രധാനപ്പെട്ടൊരു വിഷയത്തിൽ കോൺഗ്രസിന് അഭിപ്രായമില്ലാത്തത്? പൗരത്വ ഭേദഗതി നിയമം മുതൽ ഇലക്ട്രൽ ബോണ്ട് വരെയുള്ള വിഷയങ്ങൾ, കോൺഗ്രസിനോടും ബിജെപിയോടും എണ്ണിയുള്ള ചോദ്യങ്ങൾ. ഓരോ പൊതുയോഗങ്ങളിലും നിരവധി ജനങ്ങളാണ് ഒഴുകിയെത്തിയത്. ആദ്യ ദിനം നെയ്യാറ്റിൻകര, തിരുവല്ലം, പേട്ട എന്നിവിടങ്ങളിലായിരുന്നു യോഗങ്ങൾ. ഏപ്രിൽ 22-ന് കണ്ണൂരിലാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡലതല പര്യടനത്തിന്റെ സമാപനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.